ഹലോ ഡിയർ ആസ്പിറൻസ്. മുൻവർഷ ചോദ്യത്തിലൂടെ എന്നുള്ള ഈ പങ്ക്തിയിൽ നമ്മൾ ഇന്ന് മാർക്കറ്റ് പ്രൈസ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ്, വിപണി വില. മാർക്കറ്റ് പ്രൈസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റ് പ്രൈസിന് രണ്ട് അവകാശികളാണുള്ളത്. അതായത് ഒരു ഉൽപ്പന്നം മാർക്കറ്റ് പ്രൈസിൽ വിറ്റഴിയുകയാണ് എങ്കിൽ ആ വിലയ്ക്ക് രണ്ട് അവകാശികളുണ്ട്. ഒരവകാശം അത് ഉൽപ്പാദിപ്പിച്ച ഫേമിനും ഇനി ഒരു അവകാശം ഗവൺമെന്റിനുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്ന ആകെ വിലയിൽ രണ്ട് വിലകൾ അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു ഉൽപ്പന്നത്തിന്റെ വില 580 രൂപയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൽ ഫേം നിശ്ചയിച്ച വിലയായ 550ഉം ഗവൺമെന്റ് നിശ്ചയിച്ച വില അതെന്താണെന്ന് ഞാൻ പറയാം, ആയ 30. ഈ 550ന്റെയും 30ന്റെയും തുകയായിട്ടാണ് മാർക്കറ്റ് പ്രൈസ് 580 വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിൽ ഫേമിന്റെ വിലയുണ്ട്, ഗവൺമെന്റ് ഇടുന്ന വിലയുണ്ട്. ഇനി ഫേം നിശ്ചയിക്കുന്ന വിലയെ വിളിക്കുന്ന പേരാണ് ഫാക്ടർ കോസ്റ്റ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാം. എന്താണ് ഫാക്ടർ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ് എന്നതൊക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഫേം നിശ്ചയിക്കുന്ന വിലയാണ് ഫാക്ടർ കോസ്റ്റ്. ഇനി ഗവൺമെന്റ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയിൽ ഉൾപ്പെടുത്തുന്ന നികുതിയാണ് ഇൻഡയറക്റ്റ് ടാക്സസ് അല്ലെങ്കിൽ പരോക്ഷ നികുതി. പരോക്ഷ നികുതി ഒരു പ്രത്യേക വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് പ്രൈസിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇക്വേഷൻ മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്നാണ്. പക്ഷേ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി മാർക്കറ്റ് പ്രൈസിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് വെറും ഇൻഡയറക്റ്റ് ടാക്സസ് എന്നല്ല, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്നാണ്. ഇതാണ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്ത ഇക്വേഷൻ. കാരണം മാർക്കറ്റ് പ്രൈസിന് രണ്ട് അവകാശികൾ, ഫേമും ഗവൺമെന്റും. ഫേം നിശ്ചയിച്ച വിലയായ ഫാക്ടർ കോസ്റ്റ്, ഗവൺമെന്റ് നിശ്ചയിച്ച വിലയായ ഇൻഡയറക്റ്റ് ടാക്സസ്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയാൽ പോരെ എന്ന് ചിന്തിച്ചാൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതാണ് ഇക്വേഷൻ. അപ്പോൾ എന്തുകൊണ്ട് മാർക്കറ്റ് പ്രൈസിന്റെ ഇക്വേഷൻ ഫാക്ടർ കോസ്റ്റ് പ്ലസ് വെറും ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് വരാതെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് വന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പഠിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. അതിന്റെ കാരണം സബ്സിഡി കൂടി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഇക്വേഷനിൽ ഒരു നെറ്റ് ഓപ്പറേഷൻ നടന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ഉൽപ്പന്നത്തിന്റെ വില 500 രൂപയാണ്. ഓക്കെ, അതിന് സർക്കാർ ഒരു 50 രൂപ സബ്സിഡി പ്രഖ്യാപിച്ചു. പിന്നെ ആ ഉൽപ്പന്നത്തിന്റെ വില എത്ര? 450 അല്ലേ? എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്തത്? 500-ൽ നിന്ന് എന്ത് കുറച്ചു? ആ സബ്സിഡി ആയിട്ടുള്ള 50 രൂപ കുറച്ച് 450-ലെത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് എക്കണോമിയാണ്. ഇന്ത്യയുടെ പ്രിയാമ്പിളിൽ തന്നെ സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യലിസം എന്നുള്ള വിർച്യു കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് അവർസെൽസ് ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് നമ്മുടെ പ്രിയാമ്പിൾ ആരംഭിക്കുന്നത്. അപ്പം ഇന്ത്യ പോലൊരു രാജ്യത്ത് ലോ ടു മിഡിൽ ഇൻകം ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർക്ക് ഭക്ഷ്യ സാധനങ്ങൾ ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ അഫോർഡബിൾ ആക്കുന്നതിന് വേണ്ടി സർക്കാർ എന്ത് നൽകാറുണ്ട്? സബ്സിഡി നൽകാറുണ്ട്. അപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ നിന്നും എന്ത് കുറയണം? സബ്സിഡി കുറയണം. സോ സബ്സിഡി കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ഈ നെറ്റ് ഓപ്പറേഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് രണ്ടാൾക്കാരാണ് ഇവിടെ വില നിശ്ചയിക്കുന്നത്. ഫേമും വില നിശ്ചയിക്കുന്നുണ്ട്, ഗവൺമെന്റും വില നിശ്ചയിക്കുന്നുണ്ട്. ഇതിൽ എവിടെ നിന്നാണ് സബ്സിഡി കുറയേണ്ടത്? ഫേമിന്റെ വിലയായ ഫാക്ടർ കോസ്റ്റിൽ നിന്നാണോ സബ്സിഡി കുറയേണ്ടത്? അതോ ഗവൺമെന്റ് നിശ്ചയിച്ച പരോക്ഷ നികുതിയിൽ നിന്നാണോ സബ്സിഡി കുറയേണ്ടത്? അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യം, നികുതി ചെലുത്തുന്ന ഗവൺമെന്റ് തന്നെ എന്ത് നൽകണം? സബ്സിഡി നൽകണം. നികുതി ചെലുത്തുന്ന ഗവൺമെന്റ് തന്നെ സബ്സിഡി നൽകണം. നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കേ. ഈ ഇക്വേഷനിൽ നെറ്റ് ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സിഡി ആയിട്ട് ബന്ധപ്പെട്ട മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ്. ഇവിടെ നെറ്റ് ഓപ്പറേഷൻ നടന്നിരിക്കുന്ന ഫാക്ടർ കോസ്റ്റിലല്ലോ. നെറ്റ് ഓപ്പറേഷൻ നടന്നിരിക്കുന്ന എവിടെയാണ്? ഇൻഡയറക്റ്റ് ടാക്സസിലാണ്. ഇനി ഫാക്ടർ കോസ്റ്റിലായിരുന്നു നെറ്റ് ഓപ്പറേഷൻ നടന്നിരുന്നെങ്കിൽ ഇക്വേഷൻ എന്തായേനെ? നെറ്റ് ഫാക്ടർ കോസ്റ്റ് എന്നായേനെ. അങ്ങനെയല്ല നമ്മുടെ ഇക്വേഷൻ എന്താണ്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്നാണ്. അതായത് ഉൽപാദകനോടല്ല സബ്സിഡി കൊടുക്കാൻ പറയേണ്ടത്. സബ്സിഡി കൊടുക്കേണ്ടത് ആരാണ്? നികുതി ചെലുത്തുന്ന ഗവൺമെന്റ് ആണ് സബ്സിഡി കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ടാക്സിന്റെ നികുതിയുടെ ഇൻവേഴ്സ് ആണ് സബ്സിഡി എന്ന് പറയാറുണ്ട്. സബ്സിഡി എന്ന് പറയാറുണ്ട്. നികുതി ഒരു റവന്യൂ റെസിപ്റ്റ് ആണെങ്കിൽ സബ്സിഡി ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. നികുതി ഒരു റവന്യൂ റെസിപ്റ്റ് ആണെങ്കിൽ സബ്സിഡി ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് അതുപോലെ എഴുതി. കാരണം ഉൽപാദകനല്ല സബ്സിഡി കൊടുക്കേണ്ടത്. ഇനി ഗവൺമെന്റ് ചെലുത്തുന്ന ഇൻഡയറക്റ്റ് ടാക്സസ്, ഇനി ഗവൺമെന്റ് ആണ് എന്ത് കൊടുക്കേണ്ടത്? സബ്സിഡി കൊടുക്കേണ്ടത്. അപ്പോൾ വിലയിൽ സബ്സിഡി കുറച്ചു. ഓക്കെ, ഈ ഇക്വേഷനിൽ ഈ പ്ലസിന് ശേഷം ഞാനൊരു ബ്രാക്കറ്റ് ഇടുകയാണ്. സൈനേജിൽ മാറ്റമൊന്നും വരുത്തില്ലല്ലോ. ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് അതുപോലെ തന്നെ സബ്സിഡി. ഓക്കെ, നേരത്തെ ഇവിടെ 1, 2, 3 ടേംസ് ഉണ്ടായിരുന്നു. പ്ലസിനും മൈനസിനും ഇടതും വലതും വരുന്നതിനെയാണ് ടേംസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇപ്പോൾ എന്തായി? ഇപ്പം 2 ടേംസ് ആയിട്ട് അത് ചുരുങ്ങി. ഫാക്ടർ കോസ്റ്റ് ഒരു ടേം, ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് സബ്സിഡി എന്നുള്ള രണ്ടാമത്തെ ടേം. ആ സെക്കൻഡ് ടേമിനെയാണ് നമ്മൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് വിളിക്കുന്നത്. സോ ഇങ്ങനെയാണ് മാർക്കറ്റ് പ്രൈസിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് വരുന്നത്. ഇനി ഈ ഇക്വേഷന്റെ ഒരു പ്രത്യേകത എന്താ? ഈ ഇക്വേഷന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സബ്സിഡി ഉള്ളതിനും ഉപയോഗിക്കാം, സബ്സിഡി ഇല്ലാത്തതിനും ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ
സബ്സിഡി ഇല്ലാത്തൊരു ഉൽപ്പന്നമാണെങ്കിൽ ഇവിടെ സീറോ ഇട്ട് കൊടുത്താൽ മതി, സബ്സിഡിയുടെ അവിടെ സീറോ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ സിംപ്ലി ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്ട് ടാക്സസ് എന്ന് മാത്രം ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സബ്സിഡി എവിടെ ഇട്ട് കുറയ്ക്കും. സോ ഇതാണ് ഇവിടുത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. സോ സബ്സിഡി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നെറ്റ് ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. നെറ്റ് ഓപ്പറേഷൻ നടത്തുന്നത് ഫാക്ടർ കോസ്റ്റിലല്ല, ഫേം നിശ്ചയിച്ച വിലയായ ഫാക്ടർ കോസ്റ്റിലല്ല, സർക്കാർ നിശ്ചയിക്കുന്ന പരോക്ഷ നികുതിയിലാണ് എന്ത് നെറ്റ് ഓപ്പറേഷൻ നടത്തുന്നത്. സോ ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റ് വ്യക്തമായെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഇക്വേഷനെ രണ്ട് രീതിയിൽ ഇതിന്റെ ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് പ്രൈസ് എന്നുള്ള രീതിയിൽ തന്നെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്ട് ടാക്സ് മൈനസ് സബ്സിഡി, ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇതിനെ മോഡിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സസ്. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഇനി ഇതിനെ ഫാക്ടർ കോസ്റ്റിന്റെ ടേംസിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? ആദ്യത്തെ ഇക്വേഷൻ ഇതാണ്, ഇക്വേഷൻ 1. ഇതാണ് ഇക്വേഷൻ 2. ഫസ്റ്റ് ഇക്വേഷനെ ഫാക്ടർ കോസ്റ്റിന്റെ ടേംസിൽ എഴുതുമ്പോൾ അത് LHS RHS റീഅറേഞ്ച് ചെയ്യുമ്പോൾ മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്ട് ടാക്സ് പ്ലസ് സബ്സിഡി എന്ന് വരും. സെക്കൻഡ് ഇക്വേഷനെ ഫാക്ടർ കോസ്റ്റിന്റെ ടേംസിൽ എഴുതുമ്പോൾ മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് വരും. ഈ രണ്ട് സെറ്റ് ഇക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും LHS RHS സ്വാപ്പ് ചെയ്ത് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു എന്നുള്ള ഈ ബേസിക് ഇക്വേഷനും വരും, ആ മോഡിഫൈഡ് ഇക്വേഷനും വരും. രണ്ട് കോണ്ടെക്സ്റ്റിലും വരും, മാർക്കറ്റ് പ്രൈസിന്റെ കോണ്ടെക്സ്റ്റിലും വരും, ഫാക്ടർ കോസ്റ്റിന്റെ കോണ്ടെക്സ്റ്റിലും വരും. അത്തരത്തിൽ 075/21 ഇതൊരു ഡിഗ്രി പ്രിലിംസ് എക്സാം ആണ്. 2021 നടന്ന പ്രിലിംസ് എക്സാമിന്റെ വൺ ഓഫ് ദ സ്റ്റേജസിൽ വന്നൊരു ചോദ്യമാണിത്. കോഡയിലെ 16ാമത്തെ ചോദ്യം. ഇവിടെ GDP എന്നുള്ളതൊന്നും നിങ്ങൾ നോക്കണ്ട, ഇവിടെ ശരിക്കും ക്വസ്റ്റ്യൻ മാർക്കറ്റ് പ്രൈസ് ആൻഡ് ഫാക്ടർ കോസ്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ GDP അല്ല, GNP അല്ല, NNP അല്ല, NDP അല്ല, ഏത് വന്നാലും ഈ ഫാക്ടർ കോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള റിലേഷൻ അറിയാമോ, ഫാക്ടർ കോസ്റ്റ് ടു മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ തിരിച്ച് മാർക്കറ്റ് പ്രൈസ് ടു ഫാക്ടർ കോസ്റ്റ് റിലേഷൻ അറിയാമോ എന്നുള്ളതാണ് ഈ ക്വസ്റ്റിന്റെ ബേസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഫാക്ടർ കോസ്റ്റ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഫാക്ടർ കോസ്റ്റ് നമുക്കറിയാവുന്ന രണ്ട് ഇക്വേഷൻ ഏതാ? ഒന്ന് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്ട് ടാക്സ് പ്ലസ് സബ്സിഡി എന്നുള്ള ഇക്വേഷനും അറിയാം. ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സസ് എന്നുള്ള ഇക്വേഷനും അറിയാം. ഇത് നമുക്ക് കിട്ടിയത് എവിടെ നിന്നാണ്? ഇത് നമുക്ക് കിട്ടിയത് മാർക്കറ്റ് പ്രൈസിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്ട് ടാക്സ് മൈനസ് സബ്സിഡി അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സസ്. സോ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതിന് ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഓപ്ഷൻ ഏത് വരും? GDP അതുപോലെ നിലനിർത്തിയാൽ മതി. ഓപ്ഷൻ A, GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സസ്. ഇപ്പോൾ കാലിബ്രേറ്റ് ചെയ്യാം. സോ ഓപ്ഷൻ A കറക്റ്റ് ആണ്, അവിടെ നിൽക്കട്ടെ. ഓപ്ഷൻ B എന്താണ്? GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിപ്രീസിയേഷൻ. അത് തെറ്റാണ്. കാരണം ഡിപ്രീസിയേഷൻ എന്നുള്ള കോൺസെപ്റ്റ് എല്ലാം വരുന്നത് ക്യാപിറ്റൽ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. സോ ഡിപ്രീസിയേഷൻ എന്നൊരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു ടേം ഇവിടെ ആഡോ സബ്സ്ട്രാക്റ്റോ ചെയ്യേണ്ട കാര്യമില്ല. അത് നെറ്റ് നാഷണൽ ഇൻകം കാണുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ് ഡിപ്രീസിയേഷൻ എന്നുള്ളത്. ഇനി അടുത്ത GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് പ്ലസ് നെറ്റ് പ്രോഡക്റ്റ് ടാക്സസ്. എഗെയിൻ പ്രോഡക്റ്റ് ടാക്സ് എന്താണ്, പ്രൊഡക്ഷൻ ടാക്സ് എന്താണെന്നുള്ള ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്, ഇവിടെ വരുന്നതല്ല. ഇനി അടുത്ത GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് പ്ലസ് നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ്. ഇത് ഡൊമസ്റ്റിക് ഇൻകം വേഴ്സസ് നാഷണൽ ഇൻകം എന്നുള്ള കൺസെപ്റ്റിലാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് വരുന്നത്. അതും തെറ്റാണ്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ A ആണ്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ A ആണ്. ഓക്കെ ഗൈസ്, താങ്ക് യു വെരി മച്ച്.